ഹായ്, ഞാൻ സിന്ധു. ഞാൻ 2 ദിവസത്തെ ക്ലാസ് റൈഹാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നെടുത്തു. ഇത് മൂന്നാമത്തെയാണ്. അത് സാറ് എറണാകുളത്ത് വന്ന് എൻ്റെ വണ്ടിയിൽ ഓടിപ്പിച്ച് എൻ്റെ പേടി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട്. സാറിനോട് ചോദിച്ചു എവിടെയാണ്, എന്താണ് ബുദ്ധിമുട്ട്, അതായത് തിരക്കുള്ള റോഡാണോ അതോ കയറ്റമാണോ. അപ്പം എനിക്ക് കയറ്റം കുറച്ച് പാടാണ്, അതെന്ത് ചെയ്യണമെന്ന് ആകപ്പാടെ കൺഫ്യൂഷനാണ്. പക്ഷെ അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് മൂന്നാറിലോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ സാറ് വന്നു. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് എടപ്പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്. അതിനിടയ്ക്ക് എനിക്ക് എന്തായാലും റോഡിലോട്ട് ഇറങ്ങുമ്പോഴുള്ള ആ ഫിയറൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നും കൂടെ പോയിട്ട് വരുമ്പം എല്ലാം ശരിയാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇത് ആരെ വണ്ടിയാണ്? ഇത് എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടിയിലാണ് i20 ആണ്. i20യിലാണ് ഞാൻ ഇന്ന് ഓടിക്കുന്നത്. സാറിന്റെ അസിസ്റ്റന്റ് എൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് തുടങ്ങാം. ഓക്കെ. അങ്ങനെ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഞാൻ ചോദിച്ചു മേഡത്തിനോട്, മേഡം എന്താണ് മേഡത്തിന് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വീട്ടിൽ കയറ്റാൻ കയറാനായിട്ട് ചെറിയൊരു പാടുണ്ട്, അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്നെങ്കിൽ മൂന്നാർ വിട്ടേക്കാം. മൂന്നാറാകുമ്പോ അത്യാവശ്യം എയർപിന്നും കയറ്റമല്ലോ ഉണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ കാണാം. മേഡം ഓക്കെ അല്ല? അതൊക്കെ ശ്രദ്ധിച്ചു പോട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്ക് വിടുവാണ്. ഇപ്പൊ ഇത് എടപ്പള്ളിയാണ്, എറണാകുളം എടപ്പള്ളിയാണ്. ആലപ്പുഴ വന്നു കഴിയുമ്പോ എന്നോട് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കാർ കിടപ്പുള്ളൂ, ഒരു പേടിയില്ലാതെ എനിക്ക് ഓടി. ആ വാക്ക് ഞാൻ പാലിച്ചു. ഞാനല്ല, റൈഹാൻ ഡ്രൈവിംഗ് സ്കൂൾ പാലിച്ചു. അല്ല ഹാപ്പി അല്ലേ മേഡം? ഹാപ്പിയാണ്. കണ്ടല്ലോ, ഈ സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവരെയും കാണേണ്ടത്. അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തവരെ ഞങ്ങൾ ഇതേപോലെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് മാത്രം ഇട്ടേച്ചാൽ തീർച്ചയായിട്ടും എത്ര താമസിച്ചാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് അതിനുള്ള റിപ്ലൈ തന്നിരിക്കും. അല്ല, ഓർഡറായിട്ട് ഗിയർ ഇട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് അതിനുശേഷം സെക്കൻഡ് ഗിയർ ഇട്ട് അതിനുശേഷം തേർഡ് ഗിയർ ഇട്ട് ഓർഡറായിട്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് മറ്റേത് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ക്ലച്ചും ബ്രേക്കും കാണും, നമ്മൾ ചവിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മേഡം അത്ര കോൺഫിഡൻസ് ആയിട്ടില്ല വണ്ടി ഓടിക്കുന്ന, അല്ല ധൈര്യം ഉണ്ടല്ലോ ശരിക്കും.